ചത്തുപോയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു മുസ്ലിം ഡോക്ടറുടെ കയ്യിൽ നിന്നും ട്രീറ്റ്മെന്റ് എടുക്കരുത്. നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടു കാണും. പക്ഷെ ശ്രദ്ധിക്കും, ഇത് കോളേജ് തുറന്നതിന്റെ ആഘോഷമല്ല, ഇതൊരു മെഡിക്കൽ കോളേജ് പൂട്ടിയതിന്റെ ആഘോഷമാണ്. ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഒരു നിമിഷം മുസ്ലിം ഹിന്ദു വിഷം മനസ്സിൽ നിന്ന് മാറ്റി ഈ വീഡിയോ അവസാനം വരെ കാണും. ശ്രീ വൈഷ്ണവദേവി മെഡിക്കൽ കോളേജ് MBBS 50 സീറ്റ് നൽകി. അഡ്മിഷൻ ലിസ്റ്റ് പുറത്തു വന്നു. 42 മുസ്ലിം, 7 ഹിന്ദു, 1 സിഖ്. ലിസ്റ്റ് പുറത്തു വന്നതോടെ എന്തായി? പ്രൊട്ടസ്റ്റ്. RSS എത്തി, ഹിന്ദുത്വം എത്തി, കോളേജ് ലക്ഷ്യമായി. വാദം എന്തായിരുന്നു? ഈ കോളേജ് ഹിന്ദുക്കൾ ഫണ്ട് ചെയ്യുന്നതാണ്, മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുത്തത് തെറ്റാണ്, ഇത് ഹിന്ദു മൈനോറിറ്റി കോളേജാണ്. കേൾക്കുമ്പോൾ ലോജിക്ക് പോലെ തോന്നും, സത്യം വേറെ ആണ്. ഇത് മൈനോറിറ്റി കോളേജ് അല്ല, ഇതൊരു പബ്ലിക് കോളേജാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തതാണ്. ഹിന്ദു ബോർഡ്. ജമ്മു കാശ്മീർ സർക്കാർ 121 കോടി രൂപ ഗ്രാന്റുകൾ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിട്ടുണ്ട്. പേരിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ മതത്തിന്റെ പേരിലല്ല. സോ ഇത് ഇന്ത്യയാണ്. ഇവിടെ പൊളിറ്റിക്സ് ആരെയും വെറുതെ വിടത്തില്ല. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കോളേജിന് NMC അംഗീകാരം നൽകിയതാണ്. അങ്ങനെ അംഗീകാരം നൽകിയ അതേ സ്ഥാപനമാണ് കുറച്ചു മാസങ്ങൾക്ക് ശേഷം നിയമപ്രകാരം നോട്ടീസ് നൽകേണ്ടിടത്ത് 15 മിനിറ്റ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ കൊണ്ടുവന്നത്. സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തി കോളേജ് പൂട്ടാൻ കാരണമായത് എന്തായിരുന്നു? സ്റ്റാഫ് ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല, ഓപ്പറേഷൻ തിയേറ്റർ 2 ഉള്ളൂ. സോ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി കുറെ മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഇറങ്ങി. ഇൻസ്പെക്ഷൻ നടക്കുന്ന ടൈമിൽ ക്ലാസുകൾ നടക്കുന്ന സമയമല്ലായിരുന്നു, അതൊരു വിന്റർ ബ്രേക്ക് ആയിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഔദ്യോഗികമായി അവധിയിലായിരുന്നു. പക്ഷെ വിലയിരുത്തൽ നടന്നത് കോളേജ് മുഴുവൻ പ്രവർത്തിക്കുന്ന ദിവസങ്ങളെ പോലെയായിരുന്നു. 2 അല്ല, അവിടെ 8 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഫെസിലിറ്റീസും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, സെപ്റ്റംബറിൽ യോഗ്യത ഉണ്ടായിരുന്ന കോളേജ് അപ്രതീക്ഷിതമായി യോഗ്യത ഇല്ലാതായത് എങ്ങനെ? ഇത് ഫെസിലിറ്റിയുടെ പ്രശ്നമാണോ? അല്ല. ഇവിടെ ജയിച്ചത് മെഡിസിൻ അല്ല, പൊളിറ്റിക്സ് ആണ്. ഇവിടെ ജയിച്ചത് വിദ്യാഭ്യാസമല്ല, മതവൈരാഗ്യമാണ്. ഇന്നൊരു മെഡിക്കൽ കോളേജ് ആണ് ലക്ഷ്യം, നാളെ ഒരു ആശുപത്രിയാകാം, മറ്റന്നാൾ നമ്മുടെ ജീവൻ തന്നെ ആയേക്കാം. കാരണം ICUയിൽ കിടക്കുമ്പോൾ ഡോക്ടറോട് നിങ്ങൾ ചോദിക്കില്ല നിങ്ങളുടെ മതം എന്താണ്, നിങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്റെ ജീവൻ രക്ഷിക്കുമോ? മതവൈരാഗ്യം കൊണ്ട് ആശുപത്രികൾ അടയ്ക്കുന്ന രാജ്യം ആരോഗ്യമുള്ള രാജ്യമല്ല. ഇത് ഒരാളുടെ പ്രശ്നമല്ല, നമ്മുടെ നാളെയുടെ പ്രശ്നമാണ്. ശബ്ദമുയർത്തുക, കാരണം നിങ്ങളുടെ നിശബ്ദതയാണ് അനീതികൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത്.